തൃശൂരിലെ ബോൺനതാലയുടെ കാഴ്ചകളിലേക്കും വിവരങ്ങളിലേക്കുമാണ് വീണ്ടും പോകുന്നത്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായുള്ള ബോൺനതാലെ കരോൾ ഘോഷയാത്രയുടെ ആവേശത്തിലാണ് തൃശൂർ പൗരാവലിയും അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺനതാലെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 15,000-ഓളം ക്രിസ്മസ് പാപ്പാമാരാണ് ബോൺനതാലയിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പാപ്പാമാർ സ്വരാജ് റൗണ്ട് കീഴടക്കും. ഇതോടെ ആഘോഷം അതിന്റെ പൂർണ്ണതയിലെത്തും. രാത്രി 8 മണിവരെ ഈ ആഘോഷങ്ങൾ നീളുകയും ചെയ്യും. പാപ്പാമാർക്കൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളൊക്കെയും ഈ ചടങ്ങിൻ്റെ മാറ്റുകൂട്ടും എന്നുള്ളത് പ്രത്യേകത കൂടിയാണ്. ഏറ്റവും പ്രത്യേകമായി ഈ ആഘോഷവേളയിൽ നടക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ശേഷം വീണ്ടും ആ നിലയിൽ തൃശ്ശൂർ നഗരം കൊണ്ടാടുന്ന മറ്റൊരു ഉത്സവമായി ബോൺനതാലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളാണ് ഇത്തവണയും ഈ ക്രിസ്മസ് പുതുവത്സരത്തിനോടനുബന്ധമായി ഇത്തവണയും തൃശ്ശൂരിൽ നടക്കുന്നത്. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഘോഷയാത്ര തൃശ്ശൂർ നഗരം ചുറ്റി കോളേജ് ഗ്രൗണ്ടിൽ തന്നെ സമാപിക്കുന്ന നിലയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ബോൺനതാലയോടനുബന്ധിച്ച് ഉച്ച മുതൽ തന്നെ തൃശ്ശൂർ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നിരവധി പാപ്പാമാരാണ് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. 15,000-ഓളം പാപ്പാമാർ പങ്കെടുക്കുന്ന ആ നിലയിൽ ലോക റെക്കോർഡുകളിലടക്കം ഇടം പിടിച്ചിട്ടുള്ള ബോൺനതാലയ്ക്ക് ഒരുങ്ങുകയാണ് തൃശ്ശൂർ നഗരം. അതിൻ്റെ ആവേശത്തിലാണ് തൃശ്ശൂർ പൂരം നഗരി. ഇപ്പോൾ പാപ്പാമാർ കീഴടക്കിയിരിക്കുകയാണ്. ചുവപ്പും വെള്ളയും ധരിച്ച വസ്ത്രങ്ങളണിഞ്ഞ പാപ്പാമാർ തൃശ്ശൂർ നഗരത്തിന് കൂടുതൽ മിഴിവേകുകയാണ്. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സന്തോഷം, ആഘോഷം, സന്ദേശം ഒക്കെയും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ പാപ്പാമാർ. ഇത് കാണാൻ നിരവധി ആളുകളും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വരാജ് റൗണ്ട് ചുറ്റി രാത്രി 9 മണിയോടെ തിരികെ കോളേജ് ഗ്രൗണ്ടിൽ തന്നെ സമാപിക്കുന്ന നിലയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. തിയോഫിനുണ്ട് വീണ്ടും വിവരങ്ങൾ നൽകാൻ. തിയോഫിൻ, 15,000-ഓളം പാപ്പാമാരാണ് നഗരത്തെ കീഴടക്കുന്നത്. സ്വരാജ് റൗണ്ടിലേക്ക് പാപ്പാമാർ ഒരുമിച്ച് അണിനിരക്കാറായിട്ടുണ്ടോ? ശ്രീ തോംസൺ ജോസ് ഉൾപ്പെടെയുള്ള വലിയ വിശിഷ്ട വ്യക്തികളുടെ നിര ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് സ്കേറ്റിംഗ് പാപ്പമാരുടെ തൊട്ടുപുറകിലായി സ്വരാജ് റൗണ്ടിലേക്ക് ഇതിനകം പ്രവേശിച്ചു കഴിഞ്ഞു. സ്വരാജ് റൗണ്ടിൽ നിൽക്കുന്ന കാണികൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ആസ്വദിക്കുന്നതിന് ഇരുവശങ്ങളിലേക്ക് മാറി നിന്ന് യൂഫിനിലേക്ക് മടങ്ങി വരാം അല്പസമയത്തിനകം തന്നെ. ഇപ്പോൾ ബോൺനതാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കുട്ടികളടക്കം വിവിധ പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ ബോൺനതാലയുടെ ഭാഗമാകാനായി ഇപ്പോൾ എത്തിയിട്ടുണ്ട് സ്വരാജ് റൗണ്ടിന്റെ പരിസരത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെന്റ് തോമസ് കോളേജിൽ നിന്നും ആരംഭിക്കുന്ന ഈ പരേഡ് തൃശ്ശൂർ നഗരത്തെ അല്പസമയത്തിനകം തന്നെ തുടക്കമായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ റൗണ്ട് മുഴുവൻ ചുറ്റി പാപ്പമാർ നിറയെ സ്വരാജ് റൗണ്ട് മുഴുവൻ 15,000-ഓളം വരുന്ന പാപ്പമാർ ഈ ബോൺനതാലെ ഗാനത്തിനൊപ്പം നൃത്തം ചെയ്ത് ഈ റൗണ്ട് മുഴുവൻ ആഘോഷമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്കേറ്റിംഗ് പാപ്പമാരാണ്. തുടക്കത്തിൽ ഈ സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കാലിൽ ഷൂവിലുള്ള സ്കേറ്റിങ്ങുകൾ ഉപയോഗിച്ചുമുള്ള പാപ്പമാരാണ്. തുടക്കമായി ഇതിനൊരു പൈലറ്റ്, അതായത് ബോൺനതാലെ ഘോഷയാത്രയുടെ പൈലറ്റായി ആദ്യം ബുള്ളറ്റിലും ബൈക്കിലും പോകുന്ന പാപ്പമാരായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്കേറ്റിംഗ് പാപ്പമാരുടെ ദൃശ്യങ്ങളാണ്. പല പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ ഷൂവിൽ സ്കേറ്റിംഗുള്ള ഷൂവിൽ ഘടിപ്പിച്ച ആ ഷൂവുമായി സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു. അവർ ആദ്യം ഇവിടെ ഒരുപക്ഷെ ഈ കണ്ടു നിൽക്കുന്ന ഈ ബോൺനതാലെ കാഴ്ച കാണാൻ പാപ്പമാരെ കാണാനായി കാത്തു നിൽക്കുന്നവർക്ക് ഏറ്റവും രസകരമായ കാഴ്ച ഒരുക്കുന്നത് തുടക്കം കുറിച്ചുകൊണ്ട്, അതായത് ഓരോ ഈ രൂപതയിൽ നിന്നും 180-ലധികം പള്ളികളിൽ നിന്നായി ഇടവകളിൽ നിന്നായുള്ള പാപ്പമാരാണ് ഈ ബോൺനതാലെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഈ പാപ്പമാരുടെ ഓരോ സംഘവും ഓരോ ഇടവകയും ഫൊറോനയും തിരിച്ചു വരുന്ന സംഘത്തിന് മുന്നിലായി ഈ സ്കേറ്റിംഗ് പാപ്പമാരാവും ആദ്യം ഉണ്ടാവുക. അതിന് പിന്നാലെയാണ് തൊട്ടു പിന്നാലെ, അതായത് സ്കേറ്റിംഗ് പാപ്പമാർക്ക് തൊട്ടു പിന്നിൽ കോർപ്പറേഷൻ്റെ സന്ദേശവുമായി തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പാപ്പമാരുടെ ഒരു സംഘം. അതിന് പിന്നാലെയാണ് ഈ 11ാം വർഷത്തെ ബോൺനതാലെ സൂചിപ്പിക്കുന്ന ഒരു കമാനവുമായി, ചലിക്കുന്ന കമാനവുമായി ഒരു ഫ്ലോട്ട് പോലെ അത് മുന്നിലേക്ക് വരുന്നു. അതിന് പിന്നിലായി വീൽ ചെയറിലുള്ള പാപ്പമാരുണ്ട്. നിരവധി പാപ്പമാർ, അത് വീൽ ചെയറിൽ കഴിയുന്ന ഈ ശാരീരികമായി ഭിന്നശേഷിയുള്ളവർ, ഒരു പക്ഷേ
അത്തരത്തിലുള്ള നിരവധി പാപ്പന്മാർ ഇവിടെയുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിലേക്ക്. അവർ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ കമാനത്തിന് പിന്നാലെയായി വീൽ ചെയറുള്ള പാപ്പന്മാർ വരും. നമുക്ക് പതിയെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. ആ ദൃശ്യങ്ങളും നമുക്ക് ഇതോടൊപ്പം കാണാൻ പറ്റും. ഈ കമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ കമാനത്തിന്റെ ദൃശ്യത്തിന് പിന്നാലെയാണ് വീൽ ചെയറിലുള്ള പാപ്പന്മാർ വരിക. അതിന് പിന്നാലെ കമാനത്തിന് തൊട്ട് പിന്നിൽ വിശിഷ്ടാതിഥികളുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ നീങ്ങി വരുന്നു. അതിന് പിന്നിലാണ് വീൽ ചെയറിലുള്ള പാപ്പന്മാരുണ്ടാവുക. ആ വീൽ ചെയറിലുള്ള പാപ്പന്മാർ അവർക്കൊരു വളരെ ഒരുപക്ഷെ അതൊരു ഈ ബോൺനത്താലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കാരണം യാത്ര ചെയ്യാൻ എല്ലായിടത്തും പോകാനും എല്ലാ കാഴ്ചകളും കാണാനും കഴിയാതിരിക്കുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. അത്തരക്കാരെ അവർ ക്രിസ്മസിൻ്റെ ആവേശം പൂർണ്ണമായും അവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ച വീൽ ചെയറിൽ അവർ ഈ ഘോഷയാത്രയ്ക്കൊപ്പം പതിയെ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. അത്തരത്തിലുള്ള ഒട്ടേറെ കാഴ്ചകൾക്ക് നമുക്ക് അല്ലെങ്കിൽ അത്തരം ഒരുപാട് പ്രത്യേകതകളുള്ള കാഴ്ചകൾ നമുക്ക് ഈ ബോൺനത്തലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിമാനത്തിന് തൊട്ട് പിന്നിൽ വിശിഷ്ടാതിഥികൾ വരുന്നത് നമുക്ക് കാണാം. ആ വിശിഷ്ടാതിഥികളിൽ മേയറുണ്ട്, മന്ത്രിമാരുണ്ട്, അതോടൊപ്പം ഒട്ടേറെ വിശിഷ്ടാതിഥികൾ ബിഷപ്പുമാരുണ്ട്. ഇവരെല്ലാം ഇതിനൊപ്പം അതായത് ഒരു ചലിക്കുന്ന ഒരു പ്രത്യേക ബോർഡ് ഇതിൻ്റെ ബാനർ ഒരു പ്രത്യേക സംവിധാനം മേശ പോലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിന് മുന്നിലാണ് ഇവർ മുന്നോട്ട് വരിക. അവർ പതിയെ വിശിഷ്ടാതിഥികളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു.